ജ്യോതികുമാർ ചാമക്കാല, 10% വോട്ടെങ്കിലും ഇത്തവണ കൈപ്പിടിയിൽ ഉണ്ടാകും എന്നാണ് ഈ ഗോദയിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസ്. ഇപ്പോൾ അത് ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് ഒതുങ്ങുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് മെച്ചം മാത്രമേ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് എന്താണ് വിലയിരുത്തേണ്ടത്? കോൺഗ്രസ് ദില്ലിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ആയിരുന്നില്ല എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ പറ്റില്ല. സ്വാഭാവികമായും കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ മെച്ചം നമ്പർ വെച്ച് നോക്കുമ്പോൾ മെച്ചം ഉണ്ടാക്കാൻ വളരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ആപ്പിനെ സംബന്ധിച്ച്, അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന APയെ സംബന്ധിച്ച് അവർക്ക് പങ്കത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. BJP അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോഴും അവർ തമ്മിലുള്ള വോട്ട് ഷെയറിലെ വ്യത്യാസവും മാത്രമാണ്. 3% 4% വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇവിടെ NDA നിൽക്കുമ്പോൾ UPയിലെ കക്ഷികൾ അഥവാ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വിഭജിച്ചു നിന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പല സീറ്റുകളിലെയും മനീഷ് സിസോദിയ തോറ്റ സീറ്റുകളായാലും അതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ സീറ്റായാലും അവിടെയൊക്കെ പരാജയത്തിന് കാരണം തന്നെ ഒരു പക്ഷേ ഇത്തരത്തിൽ വിഘടനം, വോട്ടുകൾ വിഘടിച്ചു പോയതുകൊണ്ടാണ് എന്ന് നമുക്ക് അത്രയ്ക്ക് വിലയിരുത്താൻ ബോധ്യപ്പെടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും ഇതൊക്കെ വിലയിരുത്തേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോകേണ്ടതിന്റെ ആവശ്യകതയാണ് ഏറ്റവും അധികം ചൂണ്ടിക്കാട്ടുന്നത്. ആ വിമർശനം ജ്യോതികുമാർ ചാമക്കാല പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അതായത് നമ്മൾ പറയും ആദ്യം ശത്രുവിനെ ഇല്ലാതാക്കൂ, അത് കഴിഞ്ഞ് തമ്മിൽ തല്ലാമെന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് ആ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂള് പോലും മറന്നുപോയത്? അതിനിപ്പോ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം APയെ സംബന്ധിച്ചാണ് തുടക്കത്തിൽ തന്നെ ഏകപക്ഷീയമായി ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും ഞങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ വിജയിക്കാൻ കഴിയുമെന്ന തീരുമാനത്തിലേക്ക് AP എത്തിയിട്ടുള്ളത്. ANI പോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അന്ന് ട്വീറ്റ് ചെയ്തിരുന്നത് അഥവാ എക്സിൽ കുറിച്ചത് APയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അലയൻസുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അലയൻസിന് തയ്യാറല്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നും അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് മുന്നേറുകയായിരുന്നു. തീർച്ചയായിട്ടും അതൊരു തെറ്റായി പോയി എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും തെറ്റുകളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല.